മൂന്നാർ ചിത്തിരപുരത്ത് അനധികൃത റിസോർട്ട് നിർമ്മാണത്തിനിടെ 2 തൊഴിലാളികൾ മരിച്ചതിൽ പോലീസ് കേസെടുത്തു. റിസോർട്ട് ഉടമ ഷെറിൻ, അനില, ഭർത്താവ് സെബി എന്നിവരാണ് പ്രതികൾ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത്. അപകട സ്ഥലത്ത് നിന്ന് ജെയ്നസ് രാജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏതാണ്ട് ഒരു 70 ഡിഗ്രിയിലധികം ചെരിവുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശമാണ് മണ്ണിടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഷീറ്റിട്ട് മൂടിയ ഭാഗത്താണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായത്. അതിൻ്റെ മുകളിൽ ഒരു കെട്ടിടം ഇരിപ്പുണ്ട്. അത് ഒരു പഴയ കെട്ടിടമാണ്. അത് ഏതാണ്ട് 2 വർഷത്തോളം പഴക്കമുണ്ട്. ആ കെട്ടിടവും റവന്യൂ വകുപ്പിൻ്റെ NOC ഇല്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന്, അത് വീട് നിർമ്മിക്കുന്നതിനാണ് അനുമതി മേടിച്ചത്. ആ ഒരു കെട്ടിടം നിർമ്മിക്കാൻ മേടിച്ച അല്ലെങ്കിൽ അനുമതിയുടെ പറമ്പിൽ ഇവിടെ നിർമ്മിക്കുന്നത് മറ്റു 3 കെട്ടിടങ്ങളാണ്. അതായത് കടുത്ത നിയമലംഘനം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൻ്റെ താഴത്ത് നിരവധി വീടുകളുണ്ട്. തട്ടാത്തിമുക്ക് എന്ന് പറയുന്ന പ്രദേശമാണ് ആ കാണുന്നത്. ഈ മുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായാൽ നേരെ എത്തുന്നത് ആ വീടുകളൊക്കെ ഉള്ള ആ പ്രദേശത്തേക്കാണ്. അന്ന് ഇവിടെ പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥർ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് ഈ റിസോർട്ട് ഉടമകൾക്ക് നൽകിയതാണ്. ആ ഭാഗത്താണ് പ്രധാന റോട്ടിൽ ഉയരത്തിലാണ് വില്ലേജ് ഓഫീസ് ഉള്ളത്. ആ വില്ലേജ് ഓഫീസിൽ ഇരുന്നാൽ ഇവിടെ നടക്കുന്ന ഈ അനധികൃത നിർമ്മാണം കാണാൻ കഴിയും. അതായത് സ്റ്റോപ്പുമോ ലംഘിച്ച് ഇവിടെ നിർമ്മാണം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ അതിന് നേരെ കണ്ണടക്കുകയായിരുന്നു. വൈകി എന്ന വിവേകം എന്ന നിലയിൽ റവന്യൂ വകുപ്പ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസർ, അത് ഈ സ്ഥല ഉടമയുടെ ഭർത്താവാണ് സൂപ്പർവൈസർ, അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നത്. ആ സമയത്ത് ഈ നിർമ്മാണം ഏതാണ്ട് പാതി ഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അത് പൂർത്തിയാകാറായിരിക്കുന്ന അവസ്ഥയിലാണെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ഈ കെട്ടിടത്തിന് ഈ ചുമരുകളൊന്നും പണിതിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം, അതായത് മാർച്ച് 3-ന് ശേഷമാണ് ഈ ചുമരുകൾ അടക്കം പണിതിരിക്കുന്നത്. അതായത് ജനുവരിയിൽ സ്റ്റോപ്പുമ്പോൾ നൽകി, അതിനുശേഷം മാർച്ച് 3-ാം തീയതി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമ്പോഴും നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. അത് തടയുന്നതിനോ ഈ നിർമ്മാണം നിർത്തിവെപ്പിക്കുന്നതിനോ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർ, മൂന്നാറിൽ സ്പെഷ്യൽ തഹസിൽദാറുണ്ട്, ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.